ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ LCD അല്ലെങ്കിൽ LED ടിവികളിലെ നോ പിക്ചർ നോ സൗണ്ട് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് മനസ്സിലാക്കും. ഹാൻഡ് ഓൺ പരിശീലനത്തിലൂടെ LED, LCD TV എന്നിവയുടെ ട്രബിൾ ഷൂട്ടിങ്ങിലും അസംബ്ലിയിലും നിങ്ങളുടെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടും. നമുക്ക് തുടങ്ങാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: LCD അല്ലെങ്കിൽ LED ടിവിയിലെ നോ പിക്ചർ ആൻഡ് നോ സൗണ്ട് എന്നീ പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ഫ്ലോ ചാർട്ട് രീതി ഉപയോഗിച്ച് LCD അല്ലെങ്കിൽ LED ടിവിയിലെ തകരാർ പരിഹരിക്കുക. ഡീബഗ്ഗിങ്ങിന് ശേഷം ടിവി പ്രവർത്തനം ടെസ്റ്റ് ചെയ്യുക. ആദ്യം തകരാർ തിരിച്ചറിയാൻ നമുക്ക് LCD അല്ലെങ്കിൽ LED ടിവി ടെസ്റ്റ് ചെയ്യാം. ടിവിയുടെ ട്രബിൾ ഷൂട്ടിങ്ങിന് ആവശ്യമായ എല്ലാ ടൂളുകളും മെറ്റീരിയലുകളും തയ്യാറാക്കി വയ്ക്കുക. ടിവി റിപ്പയർ ടേബിളിൽ വെച്ചുകൊണ്ട് ആരംഭിക്കുക. ഒരു RCA3 അല്ലെങ്കിൽ HDMI കേബിൾ ഉപയോഗിച്ച് ടിവിയിലേക്ക് ഒരു സെറ്റ് ഓഫ് ബോക്സ് കണക്ട് ചെയ്യുക. 2 പവർ കോഡുകളും സുരക്ഷിതമായി പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. റിമോട്ട് കൺട്രോളിലെ പവർ ബട്ടൺ അമർത്തുക. ഫ്രണ്ട് പാനലിന്റെ ചുവന്ന LED പ്രകാശിക്കുന്നുവെങ്കിലും ഡിസ്പ്ലേയോ ശബ്ദമോ ഇല്ലെങ്കിൽ ടിവിയുടെ ഓഡിയോ വിഷ്വൽ കോമ്പോണന്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത് സൂചിപ്പിക്കുന്നു. തുടർന്ന് ടിവിയുടെ ഉപരിതലം സംരക്ഷിക്കാൻ റിപ്പയർ ടേബിളിൽ മൃദുവായ തുണി വിരിക്കുക. ടിവിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കേബിളുകളും ഡിസ്കണക്ട് ചെയ്യുക. അതുവഴി സുരക്ഷയും അതിന്റെ ഇന്റേണൽ കോമ്പോണന്റുകളിലേക്കുള്ള ആക്സസ് എളുപ്പവും ഉറപ്പാക്കുക. ചുറ്റുമുള്ള ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്താത്ത വിധം ശ്രദ്ധയോടെ ബാക്ക് പാനൽ കവർ ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ പതുക്കെ നീക്കം ചെയ്യുക. സ്ക്രൂകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ടിവിയുടെ ആന്തരിക സെക്ഷനുകൾ വെളിപ്പെടുത്തുന്നതിന് ബാക്ക് പാനൽ കവർ ശ്രദ്ധാപൂർവം ഉയർത്തുക. കോമ്പോണന്റുകൾക്ക് അനാവശ്യമായ സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ സാവകാശം എടുത്ത് ചെയ്യുക. അടുത്തതായി നമുക്ക് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് ട്രബിൾ ഷൂട്ടിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. കേബിൾ സ്പീക്കർ ടെസ്റ്റ് നടത്താൻ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് കാണുക. മെയിൻ ബോർഡിൽ നിന്ന് കണക്ടർ തിരിച്ചറിഞ്ഞ് മെയിൻ ബോർഡും സ്പീക്കറും കണക്ട് ചെയ്യുന്ന കേബിൾ ശ്രദ്ധാപൂർവം ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് സ്പീക്കർ കേബിൾ ടെസ്റ്റ് ആരംഭിക്കുക. സ്പീക്കർ കേബിൾ ടെസ്റ്റിന് കണ്ടിന്യൂറ്റി മോഡിലേക്ക് സെറ്റ് ചെയ്ത ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരംഭിക്കുക. മൾട്ടിമീറ്ററിൽ ഏകദേശം 5 ഓംസ് ഒരു റീഡിംഗ് സൗണ്ട് ഔട്ട്പുട്ടിനൊപ്പം ഉണ്ടാകുന്നത് കേബിളിന്റെ പ്രവർത്തനക്ഷമത സ്ഥിരീകരിക്കുന്നു. കേബിളിന്റെ സമഗ്രത പരിശോധിച്ച് മെയിൻ ബോർഡും ICകളും പ്രവർത്തനക്ഷമമാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ യൂണിറ്റ് തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുക. മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലേക്ക് മാറ്റി ഇടത് സ്പീക്കർ ടെസ്റ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ സ്പീക്കർ മോഡിന് പ്രത്യേകമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന റീഡിംഗ് ഏകദേശം 8 ഓംസ് ആയിരിക്കണം. ചില സന്ദർഭങ്ങളിൽ 4 ഓംസ് റീഡിംഗ് ഉള്ള സ്പീക്കറുകളും അനുയോജ്യമാകാം. എന്നിരുന്നാലും മൾട്ടിമീറ്റർ 2 ഓംസ് റീഡിംഗ് കാണിക്കുന്നുവെങ്കിൽ അത് സ്പീക്കർ മാറ്റി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ഇത് പ്രതീക്ഷിക്കുന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിന്നുള്ള വ്യതിയാനത്തെ കാണിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സ്പീക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യകതയാണ്. അതേ രീതി ഉപയോഗിച്ച് ശരിയായ സ്പീക്കറിനായുള്ള ടെസ്റ്റിംഗ് പ്രോസസ് ആവർത്തിക്കുക. മൾട്ടിമീറ്റർ സ്വീകാര്യമായ റേഞ്ചിന് പുറത്ത് ഒരു റെസിസ്റ്റൻസ് വാല്യൂ രജിസ്റ്റർ ചെയ്യുന്നുവെങ്കിൽ അത് പ്രവർത്തനരഹിതമായ സ്പീക്കറിനെ സൂചിപ്പിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഉടനടി മാറ്റി സ്ഥാപിക്കൽ ആവശ്യമാണ്. മെയിൻ ബോർഡിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെയിൻ ബോർഡ് മാറ്റി സ്ഥാപിക്കുക. മെയിൻ ബോർഡിലെ ഓഡിയോ ജാക്ക് ഇന്റർഫേസിന്റെ ഏതെങ്കിലും തകരാറോ കേടുപാടുകളോ സൗണ്ട് ഔട്ട്പുട്ടിനെ തടസ്സപ്പെടുത്തും. ഇത് നിരീക്ഷിച്ച സിംപ്റ്റംസിലേക്ക് നയിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുന്നതിന് മെയിൻ ബോർഡ് മാറ്റി സ്ഥാപിക്കുന്നത് അനിവാര്യമാണ്. നൽകിയിരിക്കുന്ന ഫ്ലോ ഡയഗ്രം പരാമർശിച്ച് അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിന് മെയിൻ ബോർഡ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട സ്റ്റെപ്പുകൾ പാലിക്കുക. അടുത്തതായി LED ടിവിക്കുള്ള നോ പിക്ചർ ഇഷ്യൂ പരിഹരിക്കാം. പവർ സപ്ലൈ ബോർഡിൽ ബാക്ക് LED ലൈറ്റ് കണക്ടർ തിരിച്ചറിഞ്ഞ് ശ്രദ്ധാപൂർവം ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. LEDകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താൻ ഒരു LED ടെസ്റ്റർ ഉപയോഗിക്കുക. LED ടെസ്റ്റർ
ബാക്ക്ലൈറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ ഇത് ഏകദേശം 72 വോൾട്ട് വോൾട്ടേജ് റീഡിംഗ് പ്രദർശിപ്പിക്കണം. ഈ വോൾട്ടേജ് LED-കൾ പ്രതീക്ഷിക്കുന്ന പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷിക്കുന്ന 72 വോൾട്ടിന് പകരം 300 വോൾട്ടുകളുടെ വോൾട്ടേജ് റീഡിംഗ് LED ടെസ്റ്റർ സ്ഥിരമായി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് LED ലൈറ്റിംഗ് സിസ്റ്റത്തിനുള്ളിലെ ഒരു തകരാർ സൂചിപ്പിക്കുന്നു. വോൾട്ടേജ് ലെവലിലെ അത്തരമൊരു പൊരുത്തക്കേട് LED-കളുടെ ഒരു തകരാർ അല്ലെങ്കിൽ പരാജയത്തെ സൂചിപ്പിക്കുന്നു. ഇത് ശരിയല്ലാത്ത ബാക്ക് ലൈറ്റിംഗിന് കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ LED ടെസ്റ്റർ 300 വോൾട്ട് വോൾട്ടേജ് റീഡിംഗ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ LED-കൾ യഥാർത്ഥത്തിൽ തകരാറിലാണെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. ഈ ഡയഗ്നോസിസ് കൂടുതൽ പരിശോധനയുടെ ആവശ്യകതയും വികലമായ LED-കൾ മാറ്റിസ്ഥാപിക്കാനുള്ള സാധ്യതയും എടുത്തുകാണിക്കുന്നു. കൂടുതൽ ടെസ്റ്റിംഗിനും പരിശോധനയ്ക്കും T-CON അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോളർ ബോർഡുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കേബിളുകളും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി മുൻവശത്തേക്ക് ആക്സസ് ചെയ്യാൻ TV ശ്രദ്ധാപൂർവ്വം ഫ്ലിപ്പ് ചെയ്യുക. ടിവിയുടെ എല്ലാ വശങ്ങളിൽ നിന്നും മുൻവശത്തെ പ്ലാസ്റ്റിക് പാനൽ കവർ മൃദുവായി നീക്കം ചെയ്യുക. സേഫ്റ്റി ടിപ്പ്: പാനൽ അതിന്റെ അതിലോലമായ ഘടനയ്ക്ക് കേടുപാടുകൾ വരുത്താതിരിക്കാൻ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട് പാനൽ കവർ നീക്കം ചെയ്തു കഴിഞ്ഞാൽ പോറലുകളോ കേടുപാടുകളോ ഉണ്ടാകാതിരിക്കാൻ ഡിസ്പ്ലേ സ്ക്രീൻ മൃദുവായ തുണിയിലോ പാഡ് ചെയ്ത പ്രതലത്തിലോ വയ്ക്കുക. മൃദുവായ തുണിയിൽ ഡിസ്പ്ലേ സ്ക്രീൻ സുരക്ഷിതമാക്കി സ്ക്രീനിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിഫ്യൂസറുകളുടെ വ്യത്യസ്ത പാളികൾ നീക്കം ചെയ്യാൻ തുടങ്ങുക. കൂടാതെ ഡിഫ്യൂസറുകൾക്ക് താഴെയുള്ള LED സ്ട്രിപ്പുകളിലേക്കും കേബിളുകളിലേക്കും LED ആക്സസ് നേടുന്നതിന് റിഫ്ലക്ടർ മെറ്റീരിയലിന്റെ ഒരു പാളി നീക്കം ചെയ്യുക. അവസാനമായി LED സ്ട്രിപ്പിന്റെ മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിളുകൾ ശ്രദ്ധാപൂർവ്വം അൺപ്ലഗ് ചെയ്യുക. ടിവിയുടെ പ്രകടനത്തെ ബാധിച്ചേക്കാവുന്ന കേടുപാടുകൾ, തേയ്മാനം അല്ലെങ്കിൽ തകരാറുകൾ എന്നിവയുടെ ലക്ഷണങ്ങൾക്കായി LED സ്ട്രിപ്പുകളും കേബിളുകളും സൂക്ഷ്മമായി പരിശോധിക്കുക. അടുത്തതായി LED സ്ട്രിപ്പിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം വിലയിരുത്താൻ ഒരു LED ടെസ്റ്റർ ഉപയോഗിക്കുക. മൊത്തത്തിലുള്ള പ്രവർത്തന ടെസ്റ്റിന് ശേഷം സ്ട്രിപ്പിന്റെ നീളത്തിൽ ഓരോ LED-യും പ്രത്യേകമായി പരിശോധിക്കുക. ഓരോ LED-യുടെയും ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ഏതെങ്കിലും LED പ്രകാശിക്കുന്നതിൽ പരാജയപ്പെടുകയോ പ്രകാശത്തിൽ ക്രമക്കേടുകൾ കാണിക്കുകയോ ചെയ്താൽ അത് മാറ്റിസ്ഥാപിക്കേണ്ട ഒരു തെറ്റായി പ്രവർത്തിക്കുന്ന LED-യെ സൂചിപ്പിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഓരോ LED-യും മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മുഴുവൻ LED സ്ട്രിപ്പും മാറ്റിസ്ഥാപിക്കുന്നതാണ് ഉചിതം. LED സ്ട്രിപ്പുകൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ യഥാർത്ഥ ബ്രാൻഡിന്റെ അതേ ബ്രാൻഡിൽ അതേ സ്പെസിഫിക്കേഷൻ ഉള്ള സ്ട്രിപ്പുകൾ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഇത് പ്രവർത്തനത്തിലെ കോമ്പാറ്റിബിലിറ്റിയും സ്ഥിരതയും ഉറപ്പാക്കുന്നു. ഡിസ്പ്ലേയുടെയും ബാക്ക്ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെയും ഗുണനിലവാരം നിലനിർത്തുന്നു. ഇനി LCD-യുടെ ബാക്ക്ലൈറ്റ് എങ്ങനെ മാറ്റിസ്ഥാപിക്കാമെന്ന് നോക്കാം. LCD ടിവിയുടെ ബാക്ക്ലൈറ്റ് തകരാറിലാണെങ്കിൽ പവർ സപ്ലൈ കണക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുക. എല്ലാ കണക്ഷനുകളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പഴയ ബാക്ക്ലൈറ്റ് ശ്രദ്ധാപൂർവ്വം മാറ്റി പുതിയത് സ്ഥാപിക്കുക. പൂർത്തിയായി കഴിഞ്ഞ് TV റീഅസംബിൾ ചെയ്ത് മെച്ചപ്പെട്ട പിക്ചർ ക്വാളിറ്റി ആസ്വദിക്കുക. ഇപ്പോൾ നമ്മൾ TV റീഅസംബിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യും. റിഫ്ലക്ടർ, ഡിഫ്യൂസറുകൾ, ഫ്രണ്ട് പാനൽ, ഡിസ്പ്ലേ എന്നിവ ശ്രദ്ധാപൂർവ്വം കണക്ട് ചെയ്യാൻ തുടങ്ങുക. മുൻഭാഗത്തെ കോമ്പോണന്റുകൾ സുരക്ഷിതമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ TV മെല്ലെ ഫ്ലിപ്പ് ചെയ്ത് T-CON അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോളർ ബോർഡിലേക്ക് കേബിൾ കണക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ബാക്ക് LED കണ്ടെത്തും. ഈ കേബിൾ ടിവിയുടെ പവർ സപ്ലൈ ബോർഡിലേക്ക് കൃത്യതയോടെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ബാക്ക് പാനൽ അറ്റാച്ച് ചെയ്യാനുള്ള സമയമായി. അതിനെ സ്ഥാനത്തേക്ക് സ്ലൈഡ് ചെയ്യുക. TV കേസിംഗിന്റെ അരികുകൾ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം വിന്യസിക്കുക.
വിന്യസിച്ചു കഴിഞ്ഞാൽ ബാക്ക് പാനൽ സുരക്ഷിതമാക്കാൻ നൽകിയിരിക്കുന്ന സ്ക്രൂകൾ ഉപയോഗിക്കുക. ഇപ്പോൾ അസംബ്ലി പൂർത്തിയായി. നമുക്ക് ടെസ്റ്റിംഗിലേക്ക് പോകാം. ടിവി സ്റ്റാൻഡിൽ ശ്രദ്ധാപൂർവം വയ്ക്കുക. അത് സുരക്ഷിതമായും സന്തുലിതമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ഒരു HDMI കേബിൾ ഉപയോഗിച്ച് ടിവിയിലേക്ക് സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യാനുള്ള സമയമാണിത്. ഇപ്പോൾ ടിവിയും സെറ്റ് ടോപ്പ് ബോക്സ് പവർ കോഡുകളും AC സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്യുക. കോഡുകൾ സുരക്ഷിതമായി ചേർത്തിട്ടുണ്ടെന്നും തുറന്നിട്ട വയറുകൾ ഒന്നുമില്ലെന്നും ഉറപ്പാക്കുക. കോഡുകൾ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ടിവിയിലേക്കും സെറ്റ് ടോപ്പ് ബോക്സിലേക്കും പവർ ഓണാക്കുക. പവർ ഓൺ ആയിരിക്കുമ്പോൾ ടിവിയുടെ റിമോട്ട് കൺട്രോൾ പിടിച്ച് പവർ ബട്ടൺ അമർത്തുക. ദൃശ്യമായ തകരാറുകളൊന്നുമില്ലാതെ ഡിസ്പ്ലേ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ അല്പസമയം ചെലവഴിക്കുക. ഇനി നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് LCD അല്ലെങ്കിൽ LED ടിവിയിലെ നോ പിക്ചർ ആൻഡ് നോ സൗണ്ട് എന്നീ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ, ഫ്ലോ ചാർട്ട് രീതി ഉപയോഗിച്ച് LCD അല്ലെങ്കിൽ LED ടിവിയിലെ തകരാർ പരിഹരിക്കാൻ, ഡീബഗിങ്ങിന് ശേഷം TV പ്രവർത്തനം ടെസ്റ്റ് ചെയ്യാൻ. ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.